പത്തനാപുരവും കൊട്ടാരക്കരയും ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളും കേരള കോൺഗ്രസ് ബിയുടെ ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പിൻ്റെ കരുത്തുറ്റ നിയോജക മണ്ഡലങ്ങളായിരുന്നു. എന്നാൽ 2006 കൊട്ടാരക്കരയിൽ സാക്ഷാൽ ആർ ബാലകൃഷ്ണപിള്ള 12,500-ലധികം വോട്ടുകൾക്ക് CPIMൻ്റെ വനിതാ മുഖമായിരുന്ന ഐഷ പോറ്റിയോട് പരാജയപ്പെടുന്നത്. ഐഷ പോറ്റി 3 തവണയാണ് കൊട്ടാരക്കരയിൽ നിന്നും ജയിച്ചത്. ഓരോ തവണയും ഭൂരിപക്ഷം ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചു. 12,000 എന്നുള്ളത് 2011 ആയപ്പോൾ 20,000-ലേക്കും 2016 ആയപ്പോൾ അത് 42,000-ലേക്കും ഉയർത്തിയാണ് ഐഷ പോറ്റി റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ നിയമസഭയിലെത്തിയത്. എന്നാൽ KN ബാലഗോപാലിന് വേണ്ടി ഐഷ പോറ്റിയെ തഴഞ്ഞത് കൊട്ടാരക്കരയിൽ ഭിന്നിപ്പിന് ഇടയാക്കുകയും ബാലഗോപാലിൻ്റെ ഭൂരിപക്ഷം വെറും 10,000-ൽ ഒതുങ്ങുകയും ചെയ്തു. പത്തനാപുരത്ത് കൃത്യമായി കോൺഗ്രസിന് ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ KB ഗണേഷ് കുമാർ തോറ്റമ്പും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ 14,000-ലേക്ക് താഴ്ന്നത് മികച്ച രീതിയിൽ കോൺഗ്രസ് വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചതുകൊണ്ടാണ്. ജ്യോതികുമാർ ചാമക്കാലയായിരുന്നു കോൺഗ്രസിന് വേണ്ടി അവിടെ പ്രവർത്തിച്ച് അവിടെ സ്ഥാനാർത്ഥിയായത്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം കേരള കോൺഗ്രസ് ബിയുടേത് 2 സീറ്റുകൾ ഞങ്ങൾക്ക് വേണം ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എന്നാണ്. നമുക്കറിയാം, ഗണേഷ് കുമാറിനെ റൊട്ടേഷണൽ ബേസിസിൽ മന്ത്രിസ്ഥാനം നൽകി ആന്റണി രാജുവിനെ മാറ്റിയതിനു ശേഷം ആന്റണി രാജു UDF-ലേക്ക് പോകാൻ കച്ചകെട്ടി നിൽക്കുകയാണ്. എന്നാൽ ഗണേഷ് കുമാറിനെ UDF-ലേക്ക് ഒരു കാരണവശാലും എടുക്കില്ല എന്ന് UDF ശക്തമായി പറഞ്ഞു. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ പൊതുവികാരമാണ്. ഉമ്മൻചാണ്ടിയെ ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യ ചെയ്യാൻ, ഏറ്റവും കൂടുതൽ അപകീർത്തിപ്പെടുത്താൻ ഒളിയമ്പുകൾ ചെയ്തത് ഗണേഷ് കുമാറായിരുന്നു. ഗണേഷ് കുമാറിൻ്റെ നിരവധിയായിട്ടുള്ള പിന്നാമ്പറ കഥകൾ എല്ലാം തന്നെ അറിഞ്ഞിട്ടും കോൺഗ്രസ് സഹിക്കുകയായിരുന്നു അദ്ദേഹത്തിനെ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഇപ്പോൾ ഗണേഷ് കുമാറിന് അറിയാം, പത്തനാപുരത്തെ ഇനി ക്ലച്ച് പിടിക്കില്ല. 2001 മുതൽ 26 വരെ, അതായത് തുടർച്ചയായി 25 കൊല്ലം കൈവശം വയ്ക്കുന്നു എന്ന ഖ്യാതി നേടുമെങ്കിലും ഗണേഷ് കുമാറിന് 2026-ലെ തെരഞ്ഞെടുപ്പ് വാട്ടർലൂ ആയിരിക്കും. ഗണേഷ് കുമാർ വീട്ടിലിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്രയധികം ശോചനീയമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം എന്ത് രീതിയിലും കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ അത് വിലയ്ക്ക് വാങ്ങാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ്, അത് വിലപേശി വാങ്ങാനുള്ള ശ്രമമാണ്. എന്നാൽ KN ബാലഗോപാൽ അത് വിട്ടുകൊടുക്കുകയുമില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി ആയിരുന്നു CPIMൻ്റെ സ്ഥാനാർത്ഥിയെങ്കിൽ കിട്ടേണ്ടിയിരുന്ന ഭൂരിപക്ഷത്തിൻ്റെ 4/1 പോലും ബാലഗോപാലിന് കിട്ടിയില്ല എന്ന് പറയുമ്പോഴാണ് അവിടുത്തെ യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ബാലഗോപാലിൻ്റെ അളിയൻ എന്ന് പറയുന്ന കലഞ്ഞൂർ മധു എന്ന് പറയുന്ന വൻ ഭൂ ഉടമയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് ആവശ്യങ്ങളും വ്യക്തിപരമായി നേടിക്കൊടുക്കാൻ പല കളികളും ബാലഗോപാൽ കളിക്കുന്നു എന്ന് CPIMൽ തന്നെ ഒരുപറ്റം ആളുകൾക്ക് വലിയ ഖ്യാതിയുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ CPIMൽ ബാലഗോപാലിനെതിരെ വലിയ തിരിച്ചടിയായി മാറും. പ്രത്യേകിച്ചും കൊല്ലം ജില്ലാ കമ്മിറ്റിയിലുണ്ടായ പൊട്ടിത്തെറി, കൊല്ലം എന്ന ഇടതുകോട്ട പൊളിച്ചടുക്കിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 3 തവണയായി NK പ്രേമേന്ദ്രൻ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി കൊല്ലം ജില്ലയിൽ ചെങ്കൊടി പാറില്ല എന്ന് ഉറപ്പിക്കാവുന്ന അവസ്ഥയാണ്.